അരുൺകുമാർ, കണ്ണാടി പഞ്ചായത്ത് LDF-ന്റെ പഞ്ചായത്താണ്. അവിടെ നിങ്ങൾക്ക് നാമമാത്രമാണെങ്കിലും ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും. അവിടെയും ഏകദേശം 10% ഇടിവുണ്ട്. മാത്തൂരിലും നിങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് UDF-ഉമായി കാഴ്ചവെച്ചത്. ആ പഞ്ചായത്തിലും നിങ്ങളാണ് ഭൂരിപക്ഷം നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻതൂക്കമുള്ള ഈ 2 ഗ്രാമപഞ്ചായത്തുകളിലും 10% ഇടിവുണ്ടാവുന്നു എന്നുള്ളത് LDF സ്ഥാനാർത്ഥിയുടെ സാധ്യതയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അഡ്വക്കേറ്റ് കെ അരുൺകുമാർ. അതേസമയം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെന്റേജ് മറികടക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി അതിർത്തിയിലും അതുപോലെ തന്നെ ഈ 3 പഞ്ചായത്തുകളിലെയും വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള പഞ്ചായത്തുകളിലെ കുറവും അതുപോലെ മുനിസിപ്പൽ അതിർത്തിയിലെ കൂടുതലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു അനലൈസേഷൻ വരുന്നതേ ഉള്ളൂ. പക്ഷേ മുനിസിപ്പൽ അതിർത്തിയിൽ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത പല മേഖലകളിലും കടന്നു ചെല്ലാൻ കഴിയുകയും കഴിഞ്ഞ തവണ മെട്രോമാന് കിട്ടിയതുപോലെ തന്നെയുള്ള ഒരു അംഗീകാരം ഡോക്ടർ പി സരിന് ലഭിക്കുകയും ചെയ്ത സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലെല്ലാം മനസ്സിലായത്. അത് വലിയ തരത്തിൽ തന്നെ സരിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം മുനിസിപ്പാലിറ്റിയിലുണ്ട്. പഞ്ചായത്തുകളിലാണെങ്കിൽ LDF-ന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു വിള്ളലും വന്നിട്ടില്ല. ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. UDF-ന് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്തിനാണ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് വരുത്തി തീർത്തത് എന്നുള്ള ചോദ്യവും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 11 പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ UDF-നോട് വിട പറഞ്ഞ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജില്ലാ ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുണ്ട്. 11 പേർ എന്ന് പറയുമ്പോൾ അവർ വെറും വ്യക്തികളല്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം, അവരുടെ ജീവിതം തന്നെ യൂത്ത് കോൺഗ്രസിനും വേണ്ടി മാറ്റിവെച്ച് വളരെ ചെറുപ്പത്തിൽ മുതൽ നടത്തിയ സംഘടനാ പ്രവർത്തനത്തിന്റെ എല്ലാ തരത്തിലുള്ള അവരുടെ ശേഷിയും ആ ശേഷിയും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉപയോഗിക്കാൻ തയ്യാറായിട്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഏറ്റവും നന്നായി തന്നെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇവിടെ ചോദിച്ചതുപോലെ UDF-ൽ നിന്ന് BJP-യിൽ നിന്ന് വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താവായി നിന്ന് ഒരാളെ അടർത്തിയെടുത്തല്ലോ, അങ്ങനെ വന്നപ്പോൾ ഒരു വോട്ട് അവിടെ നിന്ന് പോന്നല്ലോ എന്നതാണ് UDF-ന്റെ പ്രതിനിധി ഇപ്പോൾ പറയുന്നത്, കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. എന്നാൽ ഈ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ എല്ലാ തരത്തിലും ശ്രമം നടത്തി, മതവിദ്വേഷമുണ്ടാക്കുന്ന നിരവധി പ്രസ്താവനകൾ നടത്തി, ഒരിക്കലും പൊതുപ്രവർത്തകർ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കും വാചകവും ഉപയോഗിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ വിത്തുകൾ മാത്രം വിതച്ച ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിന്റെ 4 ദിവസം മുമ്പ് ഭൂരിപക്ഷ വർഗീയതയെ ഇട്ടെറിഞ്ഞുകൊണ്ട് അങ്ങ് വരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തേക്ക്. പക്ഷെ ഒരിക്കലും അദ്ദേഹം RSS-നെ തള്ളി പറഞ്ഞിട്ടില്ല. RSS-ന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ പിൻവലിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ എപ്പോഴും മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻ ഭഗവതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിന്റെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനോട് തനിക്കുള്ള വ്യക്തിപരമായിട്ടുള്ള 1-2 ഡിസ്പ്യൂട്ടുകൾ മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ ഈ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്ന ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം ന്യൂനപക്ഷ വർഗീയതയും വലിയ ആപത്താണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് പല ഘട്ടത്തിലും UDF-ന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, UDF-ന്റെ നേതാക്കന്മാരോട് ചോദിച്ചു. ഒരു ഘട്ടത്തിൽ പോലും ആ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത വോട്ട് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. കൃത്യമായി തിരിച്ചടിയുണ്ട്. നോക്കൂ, BJP-യുടെ Debate with Dr. Arun Kumar.